പ്രിയ പ്രേക്ഷകർക്ക് നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ പ്രചരണമൊക്കെ നടക്കുന്ന തിരക്കാണ്. പ്രേക്ഷകരും അതൊക്കെ അനുഭവിക്കുന്നുണ്ടാകും. ഒപ്പം SIRന്റെ നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ SIR നടപടിക്രമങ്ങൾ ഇന്നും സുപ്രീം കോടതി അത് മുന്നോട്ട് പോകട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതിൽ പേര് ചേർക്കുക, അത്തരം നടപടികളിലേക്ക് ഓരോ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും അതായത് സ്വന്തം ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നടപടിക്രമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണം എന്നതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം വിലപ്പെട്ട വോട്ടാണ്, അത് നമ്മുടെ അവകാശമാണ്, അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ നമുക്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട 5 ഫോക്കസ് വാർത്തകളിലേക്കും മറ്റ് സെഗ്മെന്റുകളിലേക്കും ഒക്കെ നമുക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം. ആ അന്വേഷണത്തിൽ ഇന്നുണ്ടായിട്ടുള്ള നിർണായകമായ SITയുടെ ഒരു നീക്കമാണ്. അത് തന്ത്രിമാരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയിരിക്കുകയാണ് ഇന്ന് SIT ചെയ്തിരിക്കുന്നത്. അവരെ ചോദ്യമുനയിൽ നിർത്തി പല കാര്യങ്ങളും SIT അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന കാര്യം 2 തന്ത്രിമാരും സ്ഥിരീകരിച്ചിരിക്കുന്നു അന്വേഷണ സംഘത്തിന് മുൻപാകെ. അതായത് തന്ത്രി കണ്ഠരര് രാജീവര്, മോഹനര്, ഇവർ 2 പേരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പത്മകുമാറിനെ കസ്റ്റഡിയിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇനി പത്മകുമാറിൽ നിന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ SIT ശേഖരിച്ച തെളിവുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും പാർട്ടി നടപടി ഉണ്ടാകുന്നില്ല എന്നത് വലിയ രാഷ്ട്രീയ ചോദ്യമായി ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ CPIക്ക് ഇപ്പോൾ അതൃപ്തി ഉണ്ട് എന്നതുകൂടിയാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക CPIക്കുണ്ട്. ഇതാണ് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഒരു പൊതുചിത്രം. നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം പോറ്റിയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് ഇന്ന് SIT തന്ത്രിമാരിൽ നിന്ന് വിവരം ശേഖരിച്ചതിലേക്ക് തന്നെ വന്നാൽ, പ്രത്യേക സംഘം അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്നത് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. തന്ത്രിമാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്നതിലേക്കാണ് അന്വേഷണ സംഘം ഇനി നീങ്ങാൻ പോകുന്നത്. അപ്പോൾ പത്മകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. പത്മകുമാർ ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ പറഞ്ഞത്, ശബരിമലയിൽ നടന്നത് വഞ്ചനയും ചതിയുമാണ്, ഗുരുതരമായ ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെ നമ്മുടെ ആൾക്കാരുടെ ഗുഡ് ബുക്കിൽ വരുന്നു എന്നത് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യമാണ്. എൻ്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്ത് ഉണ്ടെങ്കിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ദൈവതുല്യർ ആകുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചോദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പത്മകുമാർ ചോദിച്ചു. പത്മകുമാർ അറസ്റ്റിലായ അന്നു മുതൽ പിന്നീട് ഉയർന്നു കേൾക്കുന്ന ചോദ്യം, ആ ദൈവതുല്യർ ആരാണ്? ആരിലേക്കാണ് ഇനി SIT എത്തുന്നതാണ്. അവിടെയാണ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണ സംഘം ഇന്ന് ഈ തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിന്റെ പ്രാധാന്യം ഉള്ളത്. അവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടിയിരിക്കുന്നത്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്കുള്ള ബന്ധം എന്നത് ചോദിച്ചറിയുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് ദൈവതുല്യർ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണോ അന്വേഷണ സംഘം കടക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന കാര്യം 2 തന്ത്രിമാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇവരുടെ മൊഴി അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി സ്വാഭാവികമായും ഇനിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. സ്വർണ്ണപ്പാളിയിൽ ഈ പുറത്തു കൊണ്ടുപോയി മറ്റ് സ്വർണം പൂശുന്നതിനൊക്കെയുള്ള അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം മാത്രമാണ് എന്നതാണ് തന്ത്രിമാർ ഇപ്പോൾ
അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ദൈവഹിതം നോക്കിയിട്ട് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് അതിന് അനുമതി നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നതാണ് തന്ത്രിമാരുടെ മൊഴി. അതിനപ്പുറം തങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്വവും ഇതുമായി ബന്ധപ്പെട്ടില്ല. ചെയ്തത് താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ എന്നതാണ് തന്ത്രിമാർ പറയുന്നത്. ശബരിമലയിൽ ചെയ്തത് താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ്. സ്വത്തുക്കളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണ് ഉള്ളതെന്ന് തന്ത്രി രാജീവര് പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നു. തനിക്കറിയാവുന്നതെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നും തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെത്തിച്ചത് താനല്ല എന്ന് അദ്ദേഹം പറയുന്നു. ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ആളായതുകൊണ്ട് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന കാര്യം മാത്രമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിൽ പരിമിതിയുണ്ട് എന്നതുകൂടി തന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നു. ദൈവതുല്യരായിട്ടുള്ളവരെ കുറിച്ച് പത്മകുമാർ പറഞ്ഞതിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തന്ത്രിയുടെ മറുപടി ദൈവതുല്യരായിട്ടുള്ള എത്രയൊക്കെ പേരുണ്ട്, അതൊക്കെ എങ്ങനെ തനിക്കറിയാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം. കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞ് ആ സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ് തന്ത്രി കണ്ഠരര് രാജീവര് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചു കൊണ്ടാ ബുദ്ധിമുട്ടാ. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്. അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളുടെ പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. അപ്പോ ഇതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ദൈവതുല്യരായ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ ആ ചോദ്യങ്ങളിൽ നിന്ന് പിന്നീട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും അന്വേഷണ സംഘം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്താണ് തന്ത്രിമാരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മുഖ്യപ്രതിയും തമ്മിലുള്ള ബന്ധം എന്നത് നോക്കിയാൽ ഇപ്പോൾ കണ്ഠരര് രാജീവര് തന്നെ സൂചിപ്പിച്ചതുപോലെ അവിടേക്ക് കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത്. അപ്പോൾ ഒരിടത്ത് വർക്ക് ചെയ്തവരല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായും അറിയാനുള്ള സാഹചര്യമുണ്ട്. അതിനപ്പുറം പോറ്റി ഈ തന്ത്രിമാരുമായി വലിയ രീതിയിലുള്ള ബന്ധം പുലർത്തുന്നു, അവരോട് അടുപ്പം പുലർത്തുന്നു. ആ ബന്ധം തന്റെ തട്ടിപ്പിന് വലിയൊരു ഊർജമായി പലയിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇവർക്കറിയില്ലായിരുന്നോ? അതൊരു തട്ടിപ്പാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലേ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും പല പൂജകൾക്കും ഈ തന്ത്രിമാരെ ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇവരുടെ അടുത്തയാളാണ് എന്നത് ധനികരായ അയ്യപ്പ ഭക്തന്മാരെ ബോധിപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ്യത നേടിയെടുക്കാനും അതിലൂടെ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്താനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബംഗളൂരുവിൽ പലയിടത്തും പൂജയ്ക്കായി തന്ത്രിമാരെ കൊണ്ടുപോയിട്ടുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം തേടിയെത്തിയ ഒരു വ്യക്തിയാണ് ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജ ചെയ്യാൻ തന്ത്രി പോയിട്ടുള്ള സാഹചര്യം നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതാണ്. അത് കണ്ഠരര് മോഹനര് തന്നെ നേരത്തെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. ഗോവർദ്ധന്റെ വീട്ടിൽ 2 ദിവസത്തെ പൂജയാണ് അന്ന് നടന്നത്. ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ കണ്ഠരര് മോഹനര് ദീപം തെളിയിക്കുന്ന വിവരവും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ പോറ്റിയുടെ ചതികളെക്കുറിച്ച്, വഞ്ചനയെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന നിലപാടാണ് ഇപ്പോൾ തന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്നത്. അവർ ആ വിവരമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ചും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നത് സംബന്ധിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന നിലയിൽ തന്ത്രിമാരിൽ നിന്ന് അന്വേഷണ സംഘം വിവരം ശേഖരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ അറസ്റ്റിലായിട്ടുള്ളവരും ഇപ്പോൾ ചോദിച്ചറിഞ്ഞ വിവരങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം അന്വേഷണ സംഘം എന്തായാലും നടത്തും. അതിനുശേഷം ഇതിന്റെ വൈരുദ്ധ്യങ്ങൾ സംബന്ധിച്ച് ഉള്ള കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, ഈ വാജിവാഹനം കൊടിമരത്തിലുണ്ടായിരുന്ന പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിമാരുടെ കൈവശമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്വർണ്ണ
സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയം വലിയ വിവാദമാകുമ്പോൾ ഈ വാജിവാഹനം തിരികെ എടുക്കണം എന്ന ആവശ്യം തന്ത്രിമാർ തന്നെ മുന്നോട്ട് വെച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരശേഖരണവും നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നത് പത്മകുമാറിനെയാണ്. പത്മകുമാർ പല കാര്യങ്ങൾക്കും പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് തീർച്ചപ്പെടുത്താനായിട്ടില്ല. പല ചോദ്യങ്ങളിൽ നിന്നും പത്മകുമാർ ഒഴിഞ്ഞുമാറുന്നു, അല്ലെങ്കിൽ കൃത്യമായ വിവരം നൽകാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞ കാര്യങ്ങൾ, പത്മകുമാറാണ് നമുക്ക് മുന്നിൽ ദൈവതുല്യർ ആണ് ഇതിന്റെ പിന്നിലെന്ന സൂചനകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ പത്മകുമാർ പറഞ്ഞ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. വീണ്ടും പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പത്മകുമാറിന്റെ കസ്റ്റഡി 2 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ 5 മണി വരെയുള്ള സമയം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യുകയും മനസ്സിലാക്കുകയും ഈ വൈരുദ്ധ്യങ്ങൾ, ഇതുവരെ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുകയും ചെയ്യും എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ടുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് തന്നെ അതിന് ഊർജം കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്ത്രിമാരെ കുറ്റക്കാരെന്ന് കരുതുന്നില്ല എന്നതാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മാത്രവുമല്ല, തന്ത്രിമാരെ ചാരി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും അതിനാരും ശ്രമിക്കേണ്ട എന്ന് ഒരു വാർണിംഗ് കൂടിയാണ് കെ മുരളീധരന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ ഉള്ളത്. എടുത്തു എല്ലാവരും എടുത്തു. ഏതായാലും സ്വർണം കട്ടതിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈൻറ്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ സംശയത്തിന് നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണ്ണം അടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ചെയ്യുന്നത്. അവരിലേക്ക് അന്വേഷണം എത്തിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ നോക്കൂ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം നടക്കുമ്പോൾ കേന്ദ്ര ഏജൻസി വരേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിന്റെ ഭാഗമായിട്ടുള്ള ചില ഒപ്പുശേഖരണമൊക്കെ നടക്കുന്നുണ്ട് BJPയുടെ നേതൃത്വത്തിൽ. അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം, ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയാണെങ്കിൽ അത് ക്ലിഫ് ഹൗസിലേക്ക് എത്തുമെന്നതാണ്. മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് ഈ പത്മകുമാറും N വാസുവും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇനി തന്ത്രിമാരിലേക്കല്ല പോകേണ്ടത്, കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് പോകേണ്ടത്. ആ അന്വേഷണം ക്ലിഫ് ഹൗസിലേക്ക് എത്തും എന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായും എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയില്ല എന്ന ചോദ്യങ്ങളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ആവർത്തിച്ച് ഉയരുന്നത്. നേരത്തെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴെല്ലാം പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നതാണ് ചോദിക്കുന്നത്. അറസ്റ്റിലായതിനു ശേഷം ഇത്രയും ദിവസമാകുമ്പോഴും എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം രാഷ്ട്രീയ നേതാക്കൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. പക്ഷേ ഈ വിഷയത്തിൽ CPM എടുത്തിരിക്കുന്ന നിലപാട് കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ മാത്രം നടപടിയെടുത്താൽ മതി എന്നതാണ്. ഇപ്പോൾ ഒരു നടപടിയെടുത്താൽ അതൊരു തെറ്റായ സന്ദേശമാകും എന്ന തരത്തിലാണ് CPM ഈ വിഷയത്തെ വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ അതിൽ മുന്നണിക്കുള്ളിൽ തന്നെ എതിരഭിപ്രായങ്ങളുണ്ട് എന്ന വിവരം കൂടിയാണ് മനസ്സിലാകുന്നത്. CPI സെക്രട്ടേറിയറ്റിൽ ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ഘട്ടത്തിൽ നടപടിയെടുക്കാതിരിക്കുന്നത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്നതാണ് CPI എത്തിയിരിക്കുന്ന നിഗമനം ഈ വിഷയത്തിൽ. പക്ഷേ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിനില്ല എന്നൊരു തീരുമാനം കൂടി CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അത് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിൽ മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പുറമേക്ക് പോകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് CPI അത്തരമൊരു നിലപാടെടുക്കുന്നത്. പക്ഷേ അപ്പോഴും നോക്കൂ, ഈ വിഷയം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ അറസ്റ്റിലായി ഇത്ര ദിവസമാകുമ്പോഴും അയാൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്.
സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റും എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്താണ് നടപടിയെടുക്കുന്നതിന് വിഘാതമാകുന്ന ഘടകങ്ങൾ, എന്തിന് ഇങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കണം തുടങ്ങിയ ചോദ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും. എന്തായാലും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതാണ് നേതാക്കന്മാർ ഓർക്കേണ്ടത്. ശബരിമല അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റാരിലേക്ക് നീങ്ങുന്നു അന്വേഷണ സംഘം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഗർഭചിത്ര വിവാദം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിടുന്നത്. നമുക്കറിയാം, പല ലൈംഗിക ആരോപണ വിവാദങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. പല സ്ത്രീകളെ ഒരേ സമയം പല രീതിയിൽ ദുരുപയോഗം ചെയ്തതിൻ്റെ കഥകളാണ്, വിവരങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതിലേറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുകയും പിന്നീട് ഗർഭഛിദ്രത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ അത്തരം കടുത്ത ആരോപണങ്ങൾ അടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നു കോൺഗ്രസ് എന്നതാണ് ഇപ്പോൾ ചിത്രം. നേരത്തെ പെട്ടെന്ന് നടപടികൾ എടുത്തു, അത് കോൺഗ്രസിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിച്ച ആളുകൾ തന്നെ പ്രത്യേക സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രാഹുൽ മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. മാത്രവുമല്ല, വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ പോലും ഉള്ളപ്പോഴും ഇറങ്ങിക്കളിച്ചുകൊണ്ട് നേതാക്കളെ നേരിൽ കണ്ടുകൊണ്ട് തന്റെ ഭാഗം വിശദീകരിച്ച് അവരെ ഒപ്പം നിർത്താനുള്ള വലിയ ശ്രമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എതിർപ്പുകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത്. അതിനെ തള്ളിപ്പറയാൻ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മറിച്ച് നേരത്തെ തള്ളി പറഞ്ഞിരുന്നവർ പോലും ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്ന അശ്ലീലകരമായ കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. അതിൽ ഇന്നലെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരനാണ് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കരുതുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ താൻ അന്വേഷിച്ചു, അയാൾ നിരപരാധിയാണ്, കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല, രാഹുൽ പാർട്ടിയിൽ സജീവമാകണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത്. താൻ മുൻ KPCC പ്രസിഡന്റ് ആണ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അല്ല എന്ന കാര്യം പോലും അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും കോൺഗ്രസ് ആ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്ന ഒരു ക്ലീൻ ചിറ്റ് തന്നെയാണ് രാഹുലിന് K സുധാകരൻ കൊടുത്തിരിക്കുന്നത്. വ്യക്തിപരമായി നൽകുന്ന ക്ലീൻ ചിറ്റ് എന്നതിന് പകരം ഇതൊരു കോൺഗ്രസ് പാർട്ടിയുടെ ക്ലീൻ ചിറ്റ് എന്ന നിലയിൽ അവതരിപ്പിക്കാനാണ് KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാഷ്ട്രീയമായി നടന്ന കൊലപാതകത്തെ പോലും ഏത് രീതിയിൽ പിന്തുണച്ച് സംസാരിച്ച വ്യക്തിയാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് K സുധാകരൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കയ്യടി കിട്ടാൻ രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ പലതും കടത്തിപ്പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ രീതിയിൽ അങ്ങേയറ്റം മ്ലേച്ഛമായ ഒരുപാട് സ്ത്രീകളെ ഈ രീതിയിൽ ദുരുപയോഗിച്ച, അവരെ ഭീഷണിപ്പെടുത്തിയ, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഒരു MLA എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് പറയുകയല്ല, അയാൾ കൂടുതൽ സജീവമാകണം, നിരപരാധിയാണ് എന്ന് വിധി എഴുതുകയാണ് K സുധാകരൻ ചെയ്തത്. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. പിന്നെന്താ, സജീവമാക്കണം, സജീവമായി രംഗത്ത് വരണം. കഴിവും പ്രാപ്തിയുള്ള നേതാവാണ്.
ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ്. ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. അവനെ വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ഏറ്റവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തികൾ ചെയ്ത് പാർട്ടിക്ക് തന്നെ നടപടിയെടുത്ത് പുറത്തു നിർത്തേണ്ടി വന്ന ഒരാളെ കുഴിച്ചാണ് KPCCയുടെ മുൻ അധ്യക്ഷൻ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളോടുള്ളത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. എന്തായാലും കെ സുധാകരൻ ഈ നിലപാടെടുക്കുമ്പോൾ പോലും കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് എടുത്തവരുണ്ട്. ഇപ്പോഴും ആ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അകറ്റി നിർത്തണം, തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി പോകുന്നത് തിരിച്ചടിയാകും എന്ന നിലപാടുള്ളവരുണ്ട്. പക്ഷേ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ഈ കളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ എന്ന സംശയം നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് VD സതീശനാണ്. VD സതീശനോട് ഇന്ന് കെ സുധാകരന്റെ ഈ അഭിപ്രായത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത്, ഒരു വിഷയത്തിൽ 2 നടപടി എടുക്കാൻ കഴിയുകയില്ലല്ലോ. ഇപ്പോൾ CPM ശബരിമല വിഷയം മറച്ചു പിടിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു സംഭവം വീണ്ടും കൊണ്ടുവരുന്നത്. ഇത് പഴയ സംഭവമല്ലേ എന്ന് ചോദിക്കുകയാണ് VD സതീശൻ ചെയ്തത്. ഈ വിഷയം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുത്തതാണ്. ഒരു കാര്യത്തിൽ 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടും അജണ്ട മാറ്റുന്നതിനും വേണ്ടിയിട്ടും മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം ചെയ്ത ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാധനം ഇട്ട് ഇനി അതിന്റെ പുറകെ കൂടാ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കെണിയിൽ ഞങ്ങൾ വീഴും. ഇപ്പോൾ നടപടിയെടുത്തു എന്ന് നേതാക്കന്മാരെല്ലാം ആവർത്തിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഞങ്ങൾ ആ നടപടി എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നടപടി 2 തവണ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ആ നടപടി? ഇപ്പോഴും MLA ആയി വിലസുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്രവുമല്ല, പാർട്ടി വേദികളിൽ എത്തുകയാണ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. പാലക്കാട് ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും തനിക്ക് വേണ്ടി അധ്വാനിച്ചവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഡിസംബർ 11 വരെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും, പ്രചരണ രംഗത്തുണ്ടാകും എന്ന് വെല്ലുവിളിയോടുകൂടി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ എവിടെയാണ് നടപടിയെടുത്തത്? എന്ത് നടപടിയാണ് എടുത്തത്? നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത ഒരാൾ ഇങ്ങനെയാണോ പാർട്ടിയുമായി സഹകരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ സഹകരിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആരാണ്? അപ്പോൾ പറയും അക്കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് KPCC അധ്യക്ഷനാണ്. KPCC അധ്യക്ഷനാണ്, അദ്ദേഹത്തിന്റെ ചുമതല. പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും KPCC അധ്യക്ഷനാണെന്ന് പറയുമ്പോൾ ആ അധ്യക്ഷന്റെ നിലപാട് എന്താണ് എന്നത് കൂടി നമ്മൾ കാണണമല്ലോ. സണ്ണി ജോസഫിന്റെ പ്രതികരണം കേൾക്കാം. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്നതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. പിന്നെ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് സുവമോട്ടോ എടുത്തല്ലോ. ആ കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. അല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തി. അപ്പോൾ ഈ രീതിയിൽ മയപ്പെട്ട നിലപാടാണ് KPCC അധ്യക്ഷന് എടുക്കാനുള്ളത്. MLA എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണോ പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങുന്ന രാഹുലിനുള്ളത് എന്ന ഒരു ചോദ്യത്തിന് മറുപടിയുണ്ടോ KPCC അധ്യക്ഷന്? എന്തായാലും ആ രീതിയിൽ കണ്ണടച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവരും വിചാരിക്കുന്ന കാര്യമേ നടക്കുകയുള്ളൂ പാർട്ടിയിൽ എന്നതാണ് അവസ്ഥ എന്ന് വിശ്വസിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ അല്പമെങ്കിലും മുൻ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയാതെ വയ്യ. കെ സുധാകരൻ ഉൾപ്പെടെ ഉള്ളവർ ഇരുന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത് എന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പോൾ കെ സുധാകരൻ കൂടി ഉൾപ്പെടുന്നവർ എടുത്ത തീരുമാനമാണ് എന്നത് കെ സുധാകരനെ ഓർമ്മിപ്പിക്കുകയാണ് ആ വാചകത്തിലൂടെ രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത്. രാഹുൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല, പരിശോധിക്കേണ്ടത് KPCC ആണ് എന്നതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രാഹുലിന്റെ ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ല എന്നും കേൾക്കേണ്ട ഏർപ്പാടൊന്നും അല്ലല്ലോ അത് എന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അത് കേൾക്കേണ്ടതല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ആ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചനകളായി തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണാം.
KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എല്ലാ ആളുകളും ഏകകണ്ഠമായി എടുത്ത സുധാകരനടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അത് പുനഃപരിശോധിക്കേണ്ടത് KPCC പ്രസിഡന്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. അപ്പോൾ KPCC അധ്യക്ഷനാണ് നിലപാട് സ്വീകരിക്കേണ്ടത്, അല്ലെ KPCC ആണ് അക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ KC വേണുഗോപാലും പറഞ്ഞത് ഇതേ നിലപാട് തന്നെയാണ്. പാർട്ടി നടപടിയെടുത്തതാണ്, പിന്നീട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് KPCC നേതൃത്വമാണ് എന്നതാണ് KC വേണുഗോപാലും ചോദിക്കുന്നത്. അപ്പോൾ ആ KPCCക്ക് മേളിൽ വേറെ ആരെങ്കിലും തീരുമാനിക്കുന്നവർ ഉണ്ടോ എന്നതാണ് ഈ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്. KC വേണുഗോപാലിന്റെയും ഷാഫി പറമ്പിലിന്റെയും വലിയ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ തിരിച്ചുവരവിനും ഇപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ചു പോലും പാർട്ടി പരിപാടികളിലും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലും നിൽക്കുന്നതിലും ഉള്ളതെന്നത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ നേതൃത്വത്തെ ചൂണ്ടി രാഹുലിന് സ്വയം വിഹരിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ഈ നേതാക്കൾ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണിക്ക് ഉള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്. PMA സലാം ഇക്കാര്യത്തിൽ പറയുന്നത് മുകേഷിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊല്ലത്തിറങ്ങാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഇറങ്ങിക്കൂടാ എന്നൊരു ചോദ്യമാണ് PMA സലാം ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചത്. രാഹുലിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടില്ല, ഒരു പ്രതി എന്നെ ഉപദ്രവിച്ചു പറഞ്ഞ കേസില്ല. മുകേഷിന്റെ പേരിൽ FIR ഉണ്ട്, കേസ് അന്വേഷണം ചെയ്തിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോൾ പാർട്ടിയിലുമുണ്ട്, മറ്റു കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോ ഇതാണ് മുസ്ലിം ലീഗിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. ഇടതുപക്ഷം ചെയ്യുന്നതൊക്കെ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുത്തല്ലോ, ഞങ്ങൾ കേമന്മാരാണല്ലോ എന്ന് പറയേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കേമത്തരമുണ്ടെന്ന് അവകാശവാദവും വേണ്ടല്ലോ എന്നതാണ് അതിനോട് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് ആവർത്തിക്കുക എന്നതാണോ ചെയ്യേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിൽ ഒരു മനുഷ്യന് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? സമൂഹത്തെ പോലും പേടിയില്ലാതെ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്ന് തോന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധൈര്യം കണ്ടാൽ. മാധ്യമങ്ങളോടാണ് ചോദ്യം, മാധ്യമങ്ങളോടാണ് പഴി, മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കാനാണ് ഈ അവസരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം ചെലവഴിക്കുന്നത്. എന്തായാലും നേതാക്കന്മാരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും തങ്ങൾക്കൊപ്പം നിർത്താനുമുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാർട്ടി പരിപാടികളിൽ ഒന്നും താൻ പങ്കെടുക്കുന്നില്ല, തന്നെ MLA ആക്കാൻ അധ്വാനിച്ചവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രചാരണം നടത്തുന്നതെന്നാണ് രാഹുലിന്റെ പ്രതികരണം. ഡിസംബർ 11 വരെ പ്രചാരണം തുടരുമെന്ന് രാഹുൽ പറയുന്നു. ചെന്നിത്തലയോ KC വേണുഗോപാലോ പറഞ്ഞത് താൻ കേട്ടിട്ടില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തോടുള്ള പ്രതികരണം. തനിക്കെതിരെ പറയുന്നതൊന്നും കേൾക്കില്ല, താൻ പ്രചരണ രംഗത്ത് സജീവമാണ്, ഇനി അത് ആരെതിർത്താലും ഡിസംബർ 11 വരെ അവിടെ ഉണ്ടാകും എന്നൊരു സന്ദേശം എല്ലാവർക്കുമായി നൽകുകയാണ് രാഹുൽ. സുധാകരൻ എന്റെ നേതാവാണ്, ശ്രീ KC വേണുഗോപാൽ എന്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ്, ശ്രീ VD സതീശന്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫിന്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കണമെന്ന്. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്ന എന്താണ്, അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. ഇതുവരെ ആ ശബ്ദം തൻ്റേതല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ നിഷേധിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോഴും വന്ന ശബ്ദരേഖയിൽ ഏതൊക്കെ തരത്തിലുള്ള ഭീഷണിയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഒരു ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതിലുണ്ടായിരുന്നത് എന്നത് ചോദ്യമാണല്ലോ. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ ജയിപ്പിച്ചവരെ ജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്.
ഈ രാഹുൽ പിടിക്കുന്ന വോട്ട് വേണമോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോ സ്ഥാനാർത്ഥികളുമാണ്. ഇയാൾ പിടിക്കുന്ന വോട്ട് കൊണ്ട് ജയിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ ഒരാൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ആ വോട്ട് അവർക്ക് കൊടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോ മനുഷ്യരുമാണ്, ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഇങ്ങനെയുള്ളവർക്ക് വളവും വെളിച്ചവും ഒന്നും ആകാൻ നമ്മുടെ വോട്ട് പാഴാക്കി കളയരുത് എന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. അതൊരു സന്ദേശമാകണം. എന്തായാലും പാർട്ടി പരിപാടികളിലല്ല, എൻ്റെ ഉത്തരവാദിത്തമാണ്, എന്നെ ജയിപ്പിച്ചവരെ ജയിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ ഇതുപോലെ മോശപ്പെട്ട ഒരു വ്യക്തി എനിക്ക് വേണ്ടി വോട്ട് തേടിയാൽ ഞാൻ ജയിക്കാനുള്ള എൻ്റെ സാധ്യത നഷ്ടപ്പെടുമെന്ന് കണ്ട് മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്തമാണ് ആ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും കാണിക്കേണ്ടത്, ആ പാർട്ടിയും കാണിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ പാർട്ടിയും ആ സ്ഥാനാർത്ഥികളും എല്ലാവരും കൊടുക്കുന്നത് തെറ്റായ സന്ദേശം മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഫോക്കസ് 3യിൽ നമ്മൾ മുനമ്പത്തേക്ക് പോവുകയാണ്. മുനമ്പത്തെ സമര പന്തലിൽ ഇന്നൊരു ആശ്വാസത്തിന്റെ ദിനമാണ്. അവിടെ സമരത്തിൽ ഏർപ്പെട്ടിരുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇന്നൊരു ആശ്വാസത്തിന്റെ ദിനമാണ്. അവർക്ക് ഭാഗികമായ ഒരു ആശ്വാസം കിട്ടുന്ന ദിനമാണ്. കാരണം അവരുടെ വസ്തുവിന്റെ കരം സ്വീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. താൽക്കാലിക ആശ്വാസമാണ് എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അത് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. റവന്യൂ വകുപ്പിനോടാണ് ഈ കോടതികളിൽ ഈ വിഷയത്തിൽ അന്തിമ തീർപ്പുണ്ടാകുന്നത് വരെ അവരിൽ നിന്ന് കരം സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. അത് സമരസമിതിയും ഈ മുനമ്പം പ്രദേശവാസികളും നൽകിയ ഹർജിയിലാണ്. ഇപ്പോൾ അത്തരമൊരു വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും താൽക്കാലികമായിട്ടാണ് എങ്കിൽ പോലും ഒരു ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വ്യവസ്ഥകളിലൂടെ കരം സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് റവന്യൂ വകുപ്പിന് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. ഭൂമി വഖഫിൻ്റേതല്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരായ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. ആ സുപ്രീം കോടതിയിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീർപ്പുണ്ടാകുന്നത്. പക്ഷേ ആ തീർപ്പ് എന്തായാലും ഉണ്ടാകുന്നത് വരെ അവരിൽ നിന്ന് ഈ ഭൂമിക്ക് കരം ഈടാക്കണം. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകുന്നത്. അപ്പോൾ മുനമ്പം സമരസമിതിയും പ്രദേശവാസികളും ഒക്കെയാണ് ഈ വിഷയം കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള മുനമ്പത്തെ സമരസമിതിക്ക് മുനമ്പം നിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കോടതിയെ വീണ്ടും സമീപിക്കുന്നത്, തങ്ങളുടെ കരം സ്വീകരിക്കണം എന്നത് ആവശ്യപ്പെടുന്നത്. ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇനി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ ഈ മനുഷ്യരുടെ ഭൂമിയുടെ കരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം നടപടികൾ തുടങ്ങാൻ ഉള്ളൊരു നിർദ്ദേശമാണ് കോടതി സർക്കാരിന് നൽകിയിരിക്കുന്നത്. സർക്കാർ ഈ കരം സ്വീകരിക്കുന്നതിനെ വഖഫ് സംരക്ഷണ വേദി കോടതിയിൽ എതിർത്തിരുന്നു. അവർ വലിയ ശക്തമായ എതിർപ്പ് തന്നെ ഉന്നയിച്ചിരുന്നു. കരമൊടുക്കാമെന്ന ഇടക്കാല ഉത്തരവ് എന്തായാലും 1.5 വർഷക്കാലമായി ഈ സമരം നടത്തുന്നവരെ സംബന്ധിച്ച് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വഖഫ് ഭൂമി തർക്കത്തിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു മുനമ്പത്തുകാർ. ഒരു സുപ്രഭാതത്തിൽ അവർ കരമടച്ചുകൊണ്ടിരുന്ന വസ്തു അവരുടേതല്ലാതാകുന്നു. അവർക്ക് പിന്നീട് കരമടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകുന്നു. യാതൊരു തരത്തിലുമുള്ള ക്രയവിക്രയം അവരുടെ ഭൂമിയിൽ സാധ്യമല്ലാതെ വരുന്നു. അങ്ങനെ നീണ്ട നിയമ പോരാട്ടങ്ങളിലേക്ക് അവർക്ക് കടക്കേണ്ടി വരുന്നു. പിന്നീട് നീതി തേടി സമരം ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെയാണ് മുനമ്പത്തിലെ ഏതാണ്ട് 600ഓളം വരുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന വലിയ ബുദ്ധിമുട്ട്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ തീർപ്പാകും വരെ ഇപ്പോൾ അവർക്കൊരാശ്വാസമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ഇടക്കാല ഉത്തരവ്. ഭരണഘടനാ ദിനത്തിൽ തന്നെ വന്ന ഉത്തരവ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്നതാണ് മുനമ്പം സമരസമിതിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം. സങ്കീർണമായ വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും തീർപ്പാക്കും വരെ കരമൊടുക്കാമെന്ന ഉത്തരവാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. ഇത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് മുനമ്പത്തെ സമരത്തിലായിരുന്ന ആ മനുഷ്യർ ഇപ്പോൾ. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ തടങ്കലിലായിരുന്നു. അതിനുള്ള കാരണം വഖഫ് ബോർഡ് ഒരു കത്ത് റവന്യൂ അധികാരികൾക്ക് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഈ വഖഫ് ആക്ടിലേ ഇല്ല. വഖഫ് ആക്ടിലെ ഒരു വസ്തുവിനെ വഖഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സർവേ നടത്തണം.
ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, ആൾക്കാരൊക്കെ നോട്ടീസ് അയച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കണം, അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കണം. സർക്കാർ അതിനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഒരു വസ്തു വഖഫാവൂ. പക്ഷേ വഖഫ് ബോർഡ് ഇതൊന്നും ചെയ്യാതെ ഒരു കത്ത് എഴുതി പിന്നെ വില്ലേജ് ഓഫീസർമാർക്ക് അയച്ചു, ഒരു കോപ്പി തഹസീൽദാർക്ക് കൊടുത്തു. നിങ്ങളിനി മുൻപത്തെ ദിനങ്ങളിൽ നിന്നും കരം സ്വീകരിക്കാൻ പാടില്ല. ഇത് സർക്കാർ അങ്ങനെ ഒരു തെറ്റായ ഈ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അത് രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചതിന് ശേഷം ഈ ജനങ്ങളുടെ റവന്യൂ അവകാശം നിഷേധിച്ചു. വിലപ്പെട്ട ഒരു വിധിയാണ് ഞങ്ങൾ കിട്ടിയത്. ഞങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇത് ഭൂസംരക്ഷണ സമിതിക്ക് കിട്ടിയിരിക്കുന്ന വിധിയല്ല. എൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ്, കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ഒരു വക്കീലിനെ പുതുതായിട്ട്, കാരണം ഭൂസംരക്ഷണ സമിതിയുടെ പോക്ക് ശരിയല്ല, അതൊരു കോൺഗ്രസിന് അടിമപ്പെട്ട ഒരു സംഘടനയായി മാറിയപ്പോൾ ഞങ്ങളെല്ലാവരും ഭൂസംരക്ഷണ സമിതി മെമ്പർമാരാണ്. ഞങ്ങളെല്ലാവരും രാജ്യം, എസ്പെഷ്യലി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണും കൺവീനർ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്ന കാലം തുടങ്ങിയതിന് ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പിൻവാങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് മുൻപത്തെ എന്നും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഒരു കയ്യൊപ്പാണ് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇന്ന് വീണ്ടും ഒരു ചതിയുടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം, അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണെന്ന് മറ്റുള്ള വക്കീലന്മാരും ഇവർ എപ്പോഴും നാഴികയ്ക്ക് 40 തോട്ടം പറയണം, റബ്ബർ തോട്ടം ഹാജരാകുമെന്ന് പറഞ്ഞാൽ ഒരു തോട്ടവും ഇന്ന് ഹാജരായിട്ടില്ല. ഞങ്ങളുടെ കൃഷ്ണനുണ്ണി സാറാണ് ഞങ്ങൾക്ക് ഇവിടെ ഹാജരായത്. ഞങ്ങൾക്ക് അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കുറച്ച് ആൾക്കാർക്കല്ല, കുറച്ച് ആൾക്കാർ അങ്ങനെ എങ്ങനെയെങ്കിലും, ബാക്കി ഒരു കൂട്ടം ജനത ഒരു 4 വർഷമായിട്ട് കഷ്ടപ്പാട് ഞങ്ങൾ, പിന്നെ അതിലെല്ലാത്തിനുപരി ഞങ്ങൾക്ക് നന്ദിയുള്ളത് കാരണം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനോടാണ്, നരേന്ദ്രമോദി സർക്കാരിന് പുതിയൊരു നിയമം വന്നതിന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാക്കാനായിട്ടും ഇന്ന് സാധിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസമാണ് ഇപ്പോൾ കരമൊടുക്കാമെന്നൊരു സാഹചര്യം അവർക്ക് നൽകിയിരിക്കുന്നത്. 2019 ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് രജിസ്ട്രി അവകാശപ്പെടുന്നത്. 615 പേരുടെ കുടുംബങ്ങൾ അങ്ങനെ ആധിയിലാകുന്നു. 2022 ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് ഇറക്കുന്നത്. അതുവരെ ഈ ഭൂമിക്ക് കരം ഒടുക്കിക്കൊണ്ടിരുന്ന മനുഷ്യരാണ്. പക്ഷേ പിന്നീട് അവർക്ക് കരമൊടുക്കാൻ കഴിയാത്ത സാഹചര്യമായി വഖഫ് ബോർഡ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം വിദ്യാഭ്യാസ ആവശ്യങ്ങളാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ, കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഭാരിച്ച തുക വരുന്ന ഏതെങ്കിലും അവസരങ്ങളിൽ പോലും അവരുടെ ഈ വസ്തു പണയം വെച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടായി. അത് ആ 615 കുടുംബങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തി. സ്വന്തം പണം കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് യാതൊരു അവകാശവും അവരുടെ മേൽ ഇല്ല എന്നൊരു സാഹചര്യം സൃഷ്ടിച്ചു. അത് അവർക്കുണ്ടാക്കിയ ആശങ്ക വളരെ വലുതാണ്. അങ്ങനെ നിയമ പോരാട്ടങ്ങളും ഒപ്പം തന്നെ സമരത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങി. അവിടെയാണ് ഇപ്പോൾ ഇവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതൊരു ഇടക്കാല ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല തീർപ്പ് ഈ പ്രദേശവാസികൾക്ക് ലഭിക്കുന്നത്. അത് വഖഫ് ഭൂമി അല്ല ഇത് എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തിയതാണ് അവരെ സംബന്ധിച്ച് ആശ്വാസകരമായി തീർന്നത്. അതിനെതിരെ ഇപ്പോൾ വീണ്ടും നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫ് സംരക്ഷണ സമിതി ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. 1950 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖഫ് അല്ലാതായി മാറി എന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കെ പക്ഷേ ഹൈക്കോടതിക്ക് ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ യാതൊരു അധികാരവുമില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജിക്കാർ എത്തിയിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വാദം ട്രൈബ്യൂണൽ പരിഗണിച്ചുകൊണ്ടിരിക്കെ ഇത്തരമൊരു ഉത്തരവിറക്കാൻ ഹൈക്കോടതിക്ക് യാതൊരു അവകാശവുമില്ല എന്നതാണ്. ഈ കേസ് സുപ്രീം കോടതി എന്ന് പരിഗണിക്കും എന്ന കാര്യം വ്യക്തമായിട്ടില്ല. എന്തായാലും അത്തരം നിയമ പോരാട്ടങ്ങൾ ഇനി അവിടെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കരമടയ്ക്കാം കഴിയും എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് നിയമ പോരാട്ടങ്ങളിൽ ആയിരിക്കും ഇതിന്റെ ഒരു അന്തിമ തീർപ്പ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുവരെ കരമടയ്ക്കാം എന്നത് ആ മുൻപത്തെ 615 കുടുംബങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. അതിന്റെ സമാധാനമാണ് അവർക്കിപ്പോൾ ഉള്ളത്. തുടർന്നുള്ള നിയമ പോരാട്ടത്തിലും ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും ഒപ്പം തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള അനുകൂല തീരുമാനങ്ങളുമൊക്കെ തങ്ങൾക്ക് കരുത്ത് പകരും എന്ന ഒരു വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ഈ വിധി അവർക്ക് നൽകുന്നു. അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. മൂന്നര വർഷം കഴിഞ്ഞ് നീളുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴിയും തെളിഞ്ഞിരിക്കുകയാണ്. ട്രംപ് മുന്നോട്ട് വെച്ച 28 പദ്ധതിയിൽ തന്നെ
ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. യുക്രൈനെ സംബന്ധിച്ച് യുക്രൈൻ ആദ്യം വലിയ രോഷപ്രകടനമാണ് ഈ സമാധാന ഉടമ്പടി തങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്, അടിയറവ് വെക്കുന്നതിന് തുല്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയതെങ്കിലും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ യുക്രൈൻ വഴങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് നിരുപാധികമായി കീഴടങ്ങൽ എന്ന നിലയിലേക്ക് വരെ എത്തുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനീവയിലും അബുദാബിയിലും ഒക്കെയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് യുക്രൈൻ ഈ കരാർ അംഗീകരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വിവരം പുറത്തുവരുന്നത്. യുക്രൈൻ ഈ 4 വർഷത്തോളമായി നീളുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെലൻസ്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് താൻ യുക്രൈനെ വഞ്ചിക്കില്ല, മോസ്കോയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന ഈ പദ്ധതിക്ക് ബദൽ മാർഗങ്ങൾ താൻ മുന്നോട്ട് വയ്ക്കും, ആ ബദൽ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കും എന്നതാണ് സെലൻസ്കി പറഞ്ഞിരുന്നത്. ഇത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമേറിയ നിമിഷമാണ് എന്ന് സെലൻസ്കി പറഞ്ഞു. ഒന്നുകിൽ നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുക എന്നൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാന പങ്കാളിയായ അമേരിക്കയെ പിണക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിലേത് വേണം എന്ന തെരഞ്ഞെടുപ്പ് നടത്തേണ്ടുന്ന വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇത് എന്നതാണ് സെലൻസ്കി ഈ സാഹചര്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. എന്നിട്ട് യുക്രൈൻ ജനങ്ങളോട് ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതേ സെലൻസ്കി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ 28ന് പദ്ധതിക്ക് വഴങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതും ഒരാഴ്ചത്തെ സമയമായിരുന്നു ട്രംപ് സെലൻസ്കിക്ക് നൽകിയിരുന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. വ്യാഴാഴ്ചയാണ് ആ ഒരാഴ്ചയുടെ സമയം അവസാനിക്കാനിരിക്കുന്നത്. അതായത് നാളെ ആ സമയം അവസാനിക്കാനിരിക്കെ അതിനോടകം തന്നെ കീഴടങ്ങിയിരിക്കുകയാണ് സെലൻസ്കി ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ എന്ന് പറയാം. ഈ ജർമ്മനി, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പിന്തുണ നൽകാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ അറിയിക്കുകയും ഇത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, അത് റഷ്യൻ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതാണ് എന്ന വികാരം ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കൊക്കെ പരക്കെ ഉണ്ടായിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ബദൽ നിർദ്ദേശങ്ങൾ യുക്രൈൻ ട്രംപിന് മുന്നിൽ വെൽക്കുമോ, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമോ എന്നതൊക്കെ ആയിരുന്നു നമ്മൾ കാത്തിരുന്നത്. എങ്കിൽ അത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് പോലും ഇല്ല എന്ന ഒരു സന്ദേശമാണ് യുക്രൈൻ ഇപ്പോൾ നൽകുന്നത്. അമേരിക്കയുടെ 28ന് പദ്ധതി അംഗീകരിക്കുന്നു എന്നതാണ് ഈ സുരക്ഷാ ചീഫായിട്ടുള്ള യുക്രൈൻ്റെ സുരക്ഷാ ചീഫ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. സമാധാന കരാറിൽ നിരവധി ആശങ്കകളും അവ്യക്തതകളും നിലനിൽക്കെ തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് യുക്രൈൻ അമേരിക്കയെ ഇപ്പോൾ ധരിപ്പിക്കുന്നത്. 28ന് സമാധാന കരാറിൽ യുക്രൈൻ്റെ ഏറ്റവും വലിയ ആവശ്യം നാറ്റോ അംഗത്വം എന്നതായിരുന്നു. അതുപോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. യുക്രൈൻ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളൊക്കെ റഷ്യയ്ക്ക് വിട്ടു നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടാതെ സൈനികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യവുമൊക്കെ യുക്രൈനെ സംബന്ധിച്ച് തിരിച്ചടികളായിരുന്നു. പക്ഷേ അതൊക്കെ അംഗീകരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറിച്ച് റഷ്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഈ 28ന് പദ്ധതിയിലൂടെ ഉണ്ടാകുന്നത്. ഉപരോധങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു സാഹചര്യം റഷ്യയെ സംബന്ധിച്ച് ഉണ്ടാകും. അമേരിക്ക റഷ്യയിൽ വലിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറെടുക്കും, അത്തരമൊരു ഉറപ്പ് ട്രംപ് നൽകിയിട്ടുണ്ട്. മോസ്കോയെ ഇനി G8 ഉച്ചകോടിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ആ കൂട്ടായ്മയിലേക്ക് റഷ്യയ്ക്ക് തിരികെ വരാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യവും ഉണ്ടാകും. എന്തായാലും ഇനി ഉടൻ തന്നെ ഒരു സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. അത്തരമൊരു നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് എത്തും ഉടൻ എന്നതാണ് മനസ്സിലാകുന്നത്. അവിടെ കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ വിവരം ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അമേരിക്ക ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ സാധ്യതയുണ്ട് എന്നത് വൈറ്റ് ഹൗസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നത് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്തായാലും ട്രംപിനെ കാണാൻ സെലൻസ്കി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് വാങ്ങിയെടുക്കുക എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ട്രംപ് തയ്യാറാകുമോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ട്രംപ് ചൂണ്ടിക്കാട്ടിയത് നന്ദികേടാണ് യുക്രൈൻ കാണിച്ചത് എന്നതാണ്.
തങ്ങളുടെ ബില്യൺ കണക്കിനുള്ള പണമാണ് അവർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചത്. തിരിച്ചു കിട്ടിയത് വട്ടപൂജ്യം നന്ദിയാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാകില്ല ഈ വിഷയത്തിൽ എന്നതാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കൂടിക്കാഴ്ച നടക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇപ്പോൾ ഈ വിഷയത്തിൽ അനുകൂല നിലപാട് യുക്രൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തന്നെ അവകാശവാദം തുടങ്ങിയിരിക്കുകയാണ് ട്രംപ് എന്നതുകൂടി കാണണം. താൻ ഇതുവരെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നതാണ്, 7 മാസത്തിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദമാണ് ട്രംപ് ഉയർത്തുന്നത്. നേരത്തെ 7 യുദ്ധം അവസാനിപ്പിച്ചു, തനിക്ക് നൊബേൽ വേണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ട്രംപിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞത് താൻ അധികാരമേറ്റാൽ 24 മണിക്കൂറിനകം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നതാണ്. 24 മണിക്കൂറിനകം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇത് സമാധാനത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ, ഇതൊരു കരാറായി മാറുമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റും ട്രംപിനാണ്. ആ അവകാശവാദമാണ് ട്രംപ് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. Under our leadership, we passed the largest tax cuts in history, the largest spending cuts in history, the largest regulation cuts in history, and we have fully secured our southern border. I've also ended 8 wars in 9 months, and we're working on that final war. It's not easy, but I don't know. I think we're going to get there. 25,000 soldiers, Ukraine, Russia. In the last month, 25,000 soldiers have died. So I think we're getting very close to a deal. We'll find out. I thought that one would have been gone quicker. We did 8. I thought that would have been an easier one, but I think we're making progress. In less than 1 year, we've accomplished more than most other administrations have accomplished in 8 years. And this is a very special Thanksgiving. We thank God for His many blessings and the great success that this country has seen in the short period of time. അപ്പോൾ ഈ മാസം തന്നെ വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കി പോകും, കൂടുതൽ ചർച്ചകൾ നടക്കും എന്ന വിവരം വരുമ്പോൾ ഇനിയും മനസ്സ് തുറക്കേണ്ടത് റഷ്യയാണ്. ഈ കരാർ അംഗീകരിച്ചു എന്ന ആദ്യ അറിയിപ്പ് വരുന്നത് യുക്രൈന്റെ ഭാഗത്തു നിന്നാണ്. യുക്രൈന് തിരിച്ചടികൾ മാത്രം നൽകുന്ന, അല്ലെങ്കിൽ യുക്രൈന് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യവസ്ഥകൾ അടങ്ങിയ കരാറാണ്. പക്ഷേ ആദ്യം അംഗീകരിക്കുന്നത് യുക്രൈൻ തന്നെയാണ് എന്ന് നമ്മൾ കാണണം. ഇനിയും മനസ്സ് തുറക്കേണ്ടത്, ഇതിൽ യെസ് പറയേണ്ടത് റഷ്യയാണ്. പക്ഷേ അത്തരമൊരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ പദ്ധതി 28 പദ്ധതി നോക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണമായും നേട്ടമുണ്ടാകുന്നത് റഷ്യയ്ക്കാണ്. റഷ്യ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ റഷ്യയ്ക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. നാറ്റോ അംഗത്വം ആയിരുന്നു ഈ യുദ്ധങ്ങളിലേക്ക് പോലും നയിച്ച കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ആ നാറ്റോ അംഗത്വം യുക്രൈന് കിട്ടില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സൈനിക ശേഷി കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെ റഷ്യയ്ക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങൾ അടങ്ങിയ പദ്ധതിയാണ്. പക്ഷേ ഇപ്പോഴും റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സ് തുറന്നിട്ടില്ല, അല്ലെങ്കിൽ പുടിൻ എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഏത് യുദ്ധമായാലും അത് അവസാനിക്കേണ്ടതാണ്. അതാണ് ലോകം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിലായാലും മുഴുവൻ ക്രെഡിറ്റ് ട്രംപിനായാലും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. അത് സാധ്യമാകട്ടെ. നമ്മൾ ഇനി പോകുന്നത് തായ്ലൻഡിലേക്കാണ്. നമുക്കറിയാം, വിനോദസഞ്ചാരത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പോലും ആളുകൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് തായ്ലൻഡ്. വളരെ സുന്ദരമായ സഞ്ചാരികളുടെ പ്രിയ ഇടമാണ് തായ്ലൻഡ്. ആ തായ്ലൻഡിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഏവരുടെയും മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കുന്ന കാഴ്ചകളാണ്. 300 വർഷത്തിനിടയിലെ വളരെ ശക്തമായ മഴയാണ് തായ്ലൻഡ് അനുഭവിക്കുന്നത്. അത്രമാത്രം വെള്ളപ്പൊക്കവും ദുരിതവും തായ്ലൻഡിലെ മനുഷ്യർ അനുഭവിക്കുകയാണ്. ഏതാണ്ട് 10ഓളം പ്രവിശ്യകൾ വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തായ്ലൻഡിന്റെ മിക്ക ഭാഗങ്ങളിലും ഉള്ളത്. 33 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വലിയ വെള്ളപ്പൊക്ക കെടുതിയിലൂടെയാണ് തായ്ലൻഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 പ്രവിശ്യകളെ തന്നെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. തെക്കൻ മേഖലയായ ഹാറ്റിയായി പൂർണ്ണമായും മുങ്ങിയ സാഹചര്യമാണ്. ഏതാണ്ട് 300 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് മലേഷ്യൻ അതിർത്തിയോട് ചേർന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വീടുകളും വാഹനങ്ങളും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. പാതിയോളം മുങ്ങിയ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ മനുഷ്യർ അഭയം തേടുന്ന
കാഴ്ചകളൊക്കെയാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 33 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാഹചര്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നൽകുന്നത്. വൈദ്യുതി പോസ്റ്റുകളിൽ വരെ വലിഞ്ഞു കയറി രക്ഷപ്പെടാൻ ആളുകൾ സഹായം തേടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 335 മില്ലിമീറ്റർ മഴ ഒരൊറ്റ ദിവസം മാത്രം അവിടെ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതാണ്ട് 2 ദശലക്ഷത്തിലേറെ ആളുകൾ വെള്ളപ്പൊക്കം അവരുടെ ജീവിതത്തെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു എന്ന വിവരമാണ് വരുന്നത്. 13,000 പേരാണ് ഇതിനോടകം ഷെൽട്ടറുകളിലേക്കും മറ്റും മാറി താമസിച്ചിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷം ആളുകൾക്കും ഇപ്പോഴും സഹായമൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഒറ്റപ്പെട്ട ഇടങ്ങളിലായി കഴിയുന്നു എന്ന വിവരങ്ങളുണ്ട്. ബോട്ടുകളും വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ ആളുകളിലേക്ക് എത്താനുള്ള സാഹചര്യമാണ് കാണിക്കുന്നത്. എയർക്രാഫ്റ്റുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം മനുഷ്യരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഈ പല ഏജൻസികളോടും സഹായം അഭ്യർത്ഥിക്കുകയാണ് തായ്ലാൻഡ്. ഇപ്പോൾ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് ഉള്ള എൻജിഒകളെയൊക്കെ ഈ സഹായത്തിനായി സമീപിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. സോങ്ലെ ഉൾപ്പെടെയുള്ള മേഖലകളെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകൾ പോലും ദുരന്തബാധിത മേഖലകളായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം സമീപ രാജ്യങ്ങളായ വിയറ്റ്നാമും ഒക്കെ വലിയ മഴക്കെടുതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാസങ്ങളെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്ന സമയമാണ്. എപ്പോഴും ആ രീതിയിലുള്ള മഴക്കെടുതികൾ ആ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതാണ്ട് 19,000 പേര് മലേഷ്യയിൽ സ്വന്തം വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിയറ്റ്നാമിൽ 98 പേർ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നത് ഓർക്കണം. ഇന്തോനേഷ്യയിൽ 19 പേർ മഴക്കെടുതിയിൽ മരിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ ഈ നാടുകളിൽ, ഈ രാഷ്ട്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കെടുതിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് തായ്ലൻഡിൽ ഇപ്പോൾ വലിയ രീതിയിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഈ തായ്ലൻഡിലെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അവിടുത്തെ ടൂറിസം മേഖലയെയും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. സോങ്ലിയിലെ ടൂറിസം വരുമാനത്തിൽ മാത്രം 8.5% കുറവ് ഉണ്ടാകും എന്നതാണ് വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം. നവംബർ 19 മുതൽ ഈ മഴ ആരംഭിച്ചിരുന്നു. നവംബർ 19 തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ മഴ, ഒരു പ്രദേശത്ത് അതിശക്തമായ മഴ. നമുക്കറിയാം, നമ്മൾ ഇത്തരം മഴക്കെടുതികൾ നേരിട്ടിട്ടുള്ളവരാണ്. ഏതാണ്ട് സമാനമായ നിലയിലുള്ള സാഹചര്യം തായ്ലൻഡ്, അതിൻ്റെ ഒരു വലിയ പ്രദേശം, ഏതാണ്ട് 10ഓളം പ്രവിശ്യകൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് മറ്റും ആയി ക്രൈസിസ് സെന്ററുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ടൂറിസ്റ്റുകൾ ഇപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ പ്രത്യേക സഹായം എന്ന നിലയിലാണ് അവർ ക്രൈസിസ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. ടൂറിസം അതോറിറ്റി ഓഫ് തായ്ലൻഡ് ആണ് ഇതിൻ്റെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുള്ളത്. സതേൺ മേഖലയ്ക്കാകെ, ടൂറിസം മേഖലയിൽ വലിയ നഷ്ടം ഈ മഴക്കെടുതി മൂലം ഉണ്ടാകും എന്നതാണ് അവരുടെ വിലയിരുത്തൽ. അപ്പോൾ നേരത്തെ തന്നെ 2025 തായ്ലൻഡിനെ സംബന്ധിച്ച് ടൂറിസം മേഖലയ്ക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല. കുറച്ച് നഷ്ടമൊക്കെ നേരിട്ട വർഷമായിരുന്നു. ജനുവരി 1 മുതൽ നവംബർ 23 വരെയുള്ള സമയത്ത് തന്നെ ഏതാണ്ട് 7% ഇടിവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയിരുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി ഒരു മഴ കൂടി വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നു. ജനങ്ങളുടെ 33 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം. അത് ഇനിയും കൂടുതൽ പേർ പെട്ടിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരാം എന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നേരം വൈകുന്നേരം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 കാണാം. നമസ്കാരം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും